ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി ഈ സമയത്ത് ഒരു കൊമ്പ് കോർക്കലിന് ശേഷിയില്ല. ക്യൂബയെ തടഞ്ഞ് ക്യൂബയെ ഇപ്പോൾ മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് അത്തരം യുദ്ധങ്ങളിൽ നിന്ന് ട്രംപ് പിന്മാറുന്നു എന്നുള്ളതിന് രണ്ടാമത്തെ സാഹചര്യമാണ്. 3, ഇങ്ങനെ ഒരു നയതന്ത്ര പ്രശ്നം റഷ്യ എസ്കലേറ്റ് ചെയ്താൽ ചിലപ്പോൾ വേറൊരു യുദ്ധമുഖം തുറന്നാലോ എന്ന ഒരു ഭയം പോലുമുണ്ട്. ഈ ട്രംപും ഇസ്രായേലും ചേർന്ന് വലിയ പദ്ധതി ഉണ്ടാകുമ്പോൾ ഇപ്പുറത്തും ഒരു പദ്ധതി കാണുമല്ലോ, ഇപ്പുറത്തും ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇസാഖ് ദാർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തി. ചൈനയിൽ ബെയ്ജിങ്ങിൽ ചർച്ച നടക്കുകയാണ്. ഇന്ന് വരുന്ന വാർത്ത റഷ്യ ഇടപെടുന്നു എന്നുള്ളതാണ്. നോക്കൂ, നാറ്റോ രാജ്യങ്ങൾ, അതായത് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് ബെയ്ജിങ്ങിൽ നിന്ന് റഷ്യ, അമേരിക്കയും ഇസ്രായേലും ഒഴിച്ച് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം പാകിസ്ഥാൻ എന്ന ചരട് വഴി ഈ യുദ്ധത്തെ മറികടക്കാനുള്ള ഒരു പുതിയ സാധനങ്ങൾ മെനഞ്ഞ് വരുന്നുണ്ടാകാം, നമുക്കറിയില്ല. ചിലപ്പോൾ അതിനിടയ്ക്ക് ഈ ചർച്ചകൾ ഫലപ്രദമാകുന്നതിന് മുമ്പേ അന്തിമ കരയുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും എടുത്തു ചാടിയേക്കാം. പക്ഷേ വേറൊരു നെക്സസ് വളർന്നു വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ ട്രംപിന് അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാകാൻ പോവുകയാണ്. ഏറ്റവും ഇന്ന് രാവിലത്തെ വാർത്ത, നമുക്ക് ഹോർമൂസ് കടലിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് തീർക്കാവുന്നതാണ്. പറയുന്ന റെട്രിക് ആയതുകൊണ്ട് ഇയാൾ വട്ടാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇയാളുടെ കാര്യം എന്ന് നമ്മൾ പറയാത്ത ദിവസമില്ലല്ലോ ന്യൂസ് ഡെസ്കിൽ. അപ്പോൾ എന്താണ് ഇയാൾ ചെയ്യുന്നത്, എങ്ങനെയാണ്, ഇതൊന്നും ഒരു പിടിയില്ലാതിരിക്കെ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങൾ വേറെ വഴി നോക്കുകയാണ്. ഒന്ന്, ക്യൂബയിൽ ആരും ഒരു സഹായവും എത്തിക്കുന്നതിന് ലംഘിച്ചുകൊണ്ട് ഒരു റഷ്യൻ കപ്പൽ ക്യൂബയിൽ നങ്കൂരമിട്ടിരിക്കുന്നു. അതടുത്തത്. 3 നോക്കിങ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ മൂവ്മെൻറ്റ്. അത് 2025 കുടിയേറി വരുന്ന ആളുകൾക്കെതിരെയുള്ള വലിയ അതിക്രമങ്ങൾ, ഐസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി ഇയാൾ സർക്കാർ സംവിധാനം ഉണ്ടാക്കി അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ഉണ്ടായ മൂവ്മെൻറ്റാണ്. അതിൻ്റെ പിന്നിലുള്ള 50-51 എന്ന് പറയുന്ന മൂവ്മെൻറ്റ്, അതായത് 50 സ്റ്റേറ്റ്സ് 50 സ്ട്രഗിൾസ് 1 മൂവ്മെൻറ്റ്. ഞങ്ങൾക്ക് നേതാക്കളില്ല, പക്ഷേ രാജാവും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനം. അവരുടെ അടിസ്ഥാന തത്വം 3.5% ജനം ഒരു രാജ്യത്ത് തെരുവിലിറങ്ങിയാൽ ഭരണം മാറും, കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ ബേസിക് കൺസെപ്റ്റ്. പല സംഘടനകളും ഈ 50-51 50-51 അതുപോലെയുള്ള വേറെയും പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. 2020 2026 മാർച്ചിൽ 26-ാം തീയതി 27-ാം തീയതിയാകുമ്പോഴത്തേക്കും അവിടെ മുഴുവൻ 50 സ്റ്റേറ്റുകളിലും ഏതാണ് 50 സ്റ്റേറ്റുകളിലും വലിയ പ്രകടനങ്ങളാണ്. അതിനിടയ്ക്ക് ഒരിടത്ത് ഒരു പ്രകടനത്തിൽ തമാശയ്ക്ക് നമ്മൾ കണ്ടു, ട്രംപെ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് മലയാളികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നത് ലണ്ടനിലാണല്ലേ. നമ്മൾ കണ്ടു. ലോകം മുഴുവൻ ഇത് നടക്കുകയാണ്, അമേരിക്കയ്ക്ക് പുറത്തും. അത് വെച്ചാൽ ഈ റിപ്പബ്ലിക്കൻസിന് വലിയ ശക്തിയുള്ള ഇഡാഹോയിലും ഫ്ലോറിഡയിലും പോലും വലിയ പ്രകടനം നടക്കുകയാണ്. അമേരിക്കയിൽ അധികം താമസമില്ല, മിഡ് ടേം ഇലക്ഷൻസ് വരിക നവംബറിൽ. അധികം താമസമില്ല. മിഡ് ടേം ഇലക്ഷൻസിൽ സാധാരണഗതിയിൽ പ്രസിഡൻറ്റിൻ്റെ പാർട്ടി തോക്കും, അതാണ് അമേരിക്കയുടെ രീതി. ഇത് അതിദയനീയമായി തോക്കാനുള്ള ഒരു സാധ്യത. 2, യുദ്ധത്തിൽ ഒരു $200 ബില്യൺ യുദ്ധ ബില്ല്, അതായത് ബഡ്ജറ്റ് ഈ യുദ്ധത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് സെനറ്റ് കടക്കാൻ വലിയ പാടാണ് ഓരോ ദിവസം കഴിയുന്തോറും. അങ്ങനെ പല രീതിയിൽ ട്രംപ് വരിഞ്ഞു മുറുക്കപ്പെടുന്ന ഒരു സാഹചര്യം. ട്രംപിൻ്റെ സെൻസിബിലിറ്റിയും പോയോ എന്ന മട്ടിൽ അമേരിക്കയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ നോക്കിങ്സ് മൂവ്മെൻറ്റിൻ്റെത് വേറൊരു തരത്തിലുള്ള സമരമാണ്. അതുകൂടാതെ ഈസ് അവർ പ്രസിഡന്റ് സെയിം എന്ന ഒരു രീതിയിലുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇവിടെ നിന്ന് പറയുന്നതല്ല, ട്രംപിന് വട്ടാണെന്ന് അമേരിക്കക്കാരും ചർച്ച തുടങ്ങിയിരിക്കുകയാണ്. ഇയാളുടെ പോളിസീസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ടാരിഫ് വല്ലാതെ കൂട്ടുകയും അതനുസരിച്ച് വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോയിട്ട് അമേരിക്കൻ സർക്കാർ തന്നെ, കോടതി തന്നെ ആ ടാരിഫുകളെല്ലാം മാറ്റി. അപ്പോൾ ട്രംപിൻ്റെ പല ശ്രമങ്ങളും പരാജയപ്പെടുന്നു. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒരുപോലെ ഡൊണാൾഡ് ട്രംപ് വലിയ വെല്ലുവിളി നേടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ സമയത്തായിരിക്കും ഇയാളുടെ മുഴുവൻ പിടിയും വിട്ടുപോകാനുള്ള സാധ്യത. എങ്ങനെയാണോ എപ്സ്റ്റീൻ ഫയൽസിനെ മറികടക്കാൻ വേണ്ടി ട്രംപ് ഈ ഗോഷ്ഠികൾ കാണിച്ചത്, എങ്ങനെയാണോ ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെ ഒരു അഴിമതി കേസിൽ അതിൻ്റെ അന്തിമ വിചാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, അതിനേക്കാൾ ഗുരുതരമായി രാഷ്ട്രീയമായി കൂടി ട്രംപിന് രാജ്യത്തും അന്താരാഷ്ട്ര തലത്തിലും തിരിച്ചടി നേരിടുകയാണെങ്കിൽ ട്രംപ് അന്തം വിട്ട് എന്തും ചെയ്യാനുള്ള സാധ്യത കൂടി ഈ സമയത്ത് പലരും കാണുന്നുണ്ട്.